ശബരിമല സ്വർണ്ണ മോഷണ കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം റാന്നിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. അതിനിടെ ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ SIT അടിയന്തര യോഗം ചേർന്നിരുന്നു. സുജു ടി ബാബു ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. സുജു, ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് റാന്നി കോടതിയിൽ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കാൻ പോകുന്നത്. കസ്റ്റഡി കാലാവധി കിട്ടാനുള്ള ആവശ്യം പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കോടതിക്ക് മുൻപാകെ ഉന്നയിക്കുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും വിനീഷ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം സന്നിധാനത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെത്തിയച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ട് ഈ മോഷണം നടന്നിരിക്കുന്ന സന്നിധാനത്തെ ദാരുപാല ശില്പങ്ങളുടെയും അതുപോലെ കട്ടിളപ്പാളിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണമോഷണ കേസിൽ സന്നിധാനത്ത് എത്തിച്ച് തെളിവെടുക്കേണ്ടതായ ഒരു ആവശ്യം SITക്കുണ്ട്, പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് ഈ അന്വേഷണ സംഘം ഈ കസ്റ്റഡി കാലാവധി കൂട്ടിച്ചോദിക്കുമോ എന്ന കാര്യത്തിലാണ്. ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നമുക്ക് തിരുവനന്തപുരത്തുനിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിലേക്ക് എത്തിക്കുമെന്നാണ്. അതല്ല തന്ത്രപൂർവ്വമായ നീക്കമാണെങ്കിൽ ഒരുപക്ഷെ സന്നിധാനത്ത് എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം കോടതിയിലും വേണമെങ്കിൽ അന്വേഷണ സംഘത്തിന് എത്തിക്കാം. അതിന് സാധ്യത തീരെ കുറവാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ഈ രണ്ട് കേസുകളാണ് FIR സമർപ്പിച്ചിട്ടുള്ളത്. ഒന്ന് 3700/25 3701/25. അതിൽ ആദ്യ കേസിലാണ് ഈ ദാരുപാല ശില്പങ്ങളിലെ സ്വർണ്ണം മോഷ്ടിച്ച കേസിലാണ് 14 ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. ഒരുപക്ഷെ വേണമെങ്കിൽ അന്വേഷണ സംഘത്തിന് ഈ കട്ടിളപ്പാളി മോഷ്ടിച്ച കേസിൽ FIR അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കസ്റ്റഡി കാലാവധി നീട്ടി ചോദിക്കുന്നതിന് പകരം, അതായത് രണ്ടാമത്തെ കേസായിരിക്കുന്ന കട്ടിളപ്പാളി സ്വർണ്ണം മോഷ്ടിച്ച കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ആ കേസിൽ വേണമെങ്കിൽ കസ്റ്റഡിയിൽ മേടിക്കാം. എന്തായാലും ഇന്ന് കോടതിയിൽ അല്പസമയത്തിനുള്ളിൽ എത്തിക്കും. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിലൊക്കെ വ്യക്തത വരികയുള്ളൂ. വിനീഷ.